السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه، صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: ثلاث لا يغل عليهن قلب امرئ مسلم: الإخلاص لله، والنصح لكل مسلم، ولزوم جماعتهم، فإن دعوتهم تحيط من ورائهم. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് യോഗത്തിൻ്റെ അധ്യക്ഷൻ, തൃശ്ശൂർ ജില്ലാ SKSF പ്രസിഡന്റ് ഷെരീഫ് ദാരിമി, ജാഥ ക്യാപ്റ്റൻ പ്രിയങ്കരനായ ബഷീർ ഫൈസി അടക്കമുള്ള ഈ പ്രദേശത്തെ ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ താലൂക്കിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട CP ഫൈസി അവർകൾ അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദർശം അമാനത്താണ് എന്ന വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട മനുഷ്യജാലികയുടെ പ്രചാരണ ജാഥ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ബഷീർ ഫൈസി അതുമായി ബന്ധപ്പെട്ട് വിശദമായി നിങ്ങളോട് സംസാരിച്ചു. ഇനി അത്തരം ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടതില്ല. ആദർശം അമാനത്താണ് എന്ന് പറയുന്ന വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ ഗൗരവമേറിയതും അതിസങ്കീർണവുമായ ഒരു വിഷയമാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരാണ് നിങ്ങൾ. സത്യത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത ദുഃഖവും വേദനയും അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. പലപ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രയിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ച് സങ്കടം വരാറുണ്ട്. അത്രയും ഭീകരമായൊരു അന്തരീക്ഷത്തിലേക്ക് പാശ്ചാത്യ ലോകം, മോഡേണിസ്റ്റുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു അവസ്ഥയിലേക്ക് നാം കൂപ്പുകുത്തുകയാണോ എന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. എല്ലാ കാലഘട്ടത്തിലും പരിശുദ്ധ ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ശത്രുക്കൾക്ക് തുറന്ന് മറുപടി പറയാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അവരെത്ര കിണഞ്ഞ് ശ്രമിച്ചാലും ശരി, അതിൻ്റെ വസ്തുനിഷ്ഠമായ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, അതിൻ്റെ പ്രശ്നങ്ങളെ സമൂഹമധ്യത്തിൽ ധൈര്യസമേതം തുറന്നു കാണിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറെ മറ്റൊരു ആശാവഹമായ കാര്യമുണ്ടായിരുന്നത്, അന്നുള്ള ശത്രുക്കളിൽ 99% തുറന്ന ശത്രുക്കളായിരുന്നു. ഇന്ന് കപടന്മാരാണ് അധിക പേരും, ഒളിച്ചു കടത്തലിന്റെ ആളുകളാണ് അധിക പേരും. പ്രത്യക്ഷത്തിൽ സാധുക്കളായ ജനങ്ങളെ നല്ല കേട്ടാൽ ആനന്ദമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കേൾക്കുമ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന വിധത്തിലുള്ള ആകർഷണീയമായ പദപ്രയോഗങ്ങളിലൂടെ, പദക്കസർത്തുകളിലൂടെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ എവിടെ നിന്നൊക്കെ ഇറങ്ങിവെന്ന, ആരിൽ നിന്നൊക്കെ ആചാരം വാങ്ങിയ ഒരു സമൂഹം കൂടി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽപ്പെട്ടവരും അറിയാതെ പെട്ടവരും ഉണ്ടാകും. ആരൊക്കെയാണ് അറിഞ്ഞുപെട്ടത് എന്ന് നമുക്കറിയില്ല. ഒരു കൂട്ടം ആളുകൾ അറിഞ്ഞുപെട്ടവർ തന്നെയാണ്, മറ്റൊരു വിഭാഗം അറിയാതെ അതിൻ്റെ പിന്നാലെ കൂടിയവരാണ്. ഈ സാഹചര്യത്തിൽ
നമ്മുടെ ഏറ്റവും വിലയേറിയ ഈ മഹത്തായ ഈമാൻ, ഈ പരിശുദ്ധമായ ഇസ്ലാം, ആ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത്, അതിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്യേണ്ടത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. അതൊരു ഫർള് കിഫായിയാണ്. അത് എസ്കേഎസ്എഫ് ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ തൗഹീദ് എന്ന് പറയുന്നത്? അത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു, എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഒരുവനാകുന്നു. അല്ലാഹു സമദ്, അവൻ അന്യാശ്രയമില്ലാത്തവനും ഈ പ്രപഞ്ചം മുഴുവനും അവനിലേക്ക് ആശ്രയിക്കുന്നവനുമാകുന്നു. അതാണ് ഏകനാണ് എന്നതിന്റെ യഥാർത്ഥമായ വിശദീകരണം. ആ അർത്ഥത്തിൽ അല്ലാഹു ഏകനാകുന്നു, മറ്റുള്ളതെല്ലാം അല്ലാഹുവിലേക്ക് ആശ്രയിച്ചുള്ളതാകുന്നു. മാത്രമല്ല ലം യലിദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവനെ പ്രസവിക്കപ്പെട്ടതുമല്ല. അവന് തുല്യമായി ലോകത്ത് ആരും തന്നെയില്ല. ഇത് കൃത്യമായി വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇത് വേണ്ട പോലെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ആദരവും ബഹുമാനവും അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇതിലെന്തെല്ലാമുണ്ട്? ലോകം മുഴുവനും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ പോലും, മഹാന്മാരായ മലായികത്തുൽ കിറാമാണെങ്കിൽ പോലും, ഈ ലോകത്തെ ശാസ്ത്ര ലോകമാവട്ടെ, എന്തൊക്കെയാവട്ടെ, ആത്മീയ ഭൗതിക ലോകത്ത് എന്തെല്ലാം കഴിവുകൾ കീഴ്പ്പെടുത്തിയവരാണെങ്കിലും അവരൊക്കെ തന്നെ അവരുടെ ഒരു വിരലനക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉയർത്തിയ വിരൽ താഴ്ത്തണമെങ്കിൽ അവർക്ക് റബ്ബിന്റെ സഹായം അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലാതെ സാധ്യമല്ലെന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതിന്റെ പേരാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അള്ളാഹു ഒരിക്കലും പ്രസവിച്ചിട്ടില്ല, പ്രസവിപ്പിക്കുകയുമില്ല, പ്രസവിക്കപ്പെട്ടവനുമല്ല. ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന് പരിശുദ്ധമായ ദീനിനെ, തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ പിന്നീട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, റഹ്മാനായ റബ്ബ് കുട്ടികളെ ഉണ്ടാക്കി എന്ന് ചിലർ പറഞ്ഞു. യൂത ക്രിസ്ത്യാനികൾ പറഞ്ഞതാണത്. ഒരു കൂട്ടർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞു, മറ്റൊരു കൂട്ടർ ഈസ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ അപകടകരമായ ഒരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്. തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദാ. നിങ്ങൾ അല്ലാഹ്ക്ക് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ആ വാക്കിന്റെ ഫളാഅത്ത്, അതിന്റെ വൃത്തികേട് താങ്ങാൻ കഴിയാതെ ആകാശം പിളർന്നു വീഴാൻ പോകുന്നു. വതൻഷഖുൽ അർളു, ഭൂമി പിളരാൻ പോകുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങളൊക്കെ പൊടിയാൻ പോകുന്നു. അത്രമേൽ വൃത്തികെട്ട വഷളൻ വർത്തമാനമാണ് ആ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? മറിയം ബീവിയെ കണ്ടപ്പോ അള്ളാഹ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പിന്നെ കേറി പിടിച്ചു. ഇതല്ലേ ഈ പറയുന്നത്? അള്ളാഹുവിലേക്ക് ചേർക്കുന്ന എത്ര വൃത്തികെട്ട വർത്തമാനമാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു കൂട്ടർക്ക് അവകാശമുണ്ട്, നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല, അതിനെ ആക്ഷേപിക്കുന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വൃത്തികേട്, ആ വൃത്തികെട്ട ആശയം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ആശയം അവർക്ക് ഉൾക്കൊള്ളാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത് അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള, അള്ളാഹുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ആകാശ ലോകങ്ങൾക്ക് പോലും അത് കേട്ടു നിൽക്കാൻ കഴിയാത്ത
അത്രയും മോശപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത്. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നത്. ആ വിശ്വാസത്തെ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഗളബ് പിടിച്ചു പറ്റുന്നതിനെ തൊട്ട് അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ശാപം വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത പുലർത്തണം. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദം വേണം. ആ വ്യക്തികളോട്, അവരോടും, എല്ലാ മതക്കാരോടും നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കണം. പക്ഷേ അത് ആ വിശ്വാസത്തിന് പോറലേറ്റുകൊണ്ടാവരുത്. ആ വിശ്വാസത്തിൽ അത്തരം വിശ്വാസത്തോടുള്ള ഒരു അകലവും വെറുപ്പും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആവരുത് എന്ന വസ്തുത നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഇഷ്ടദാസന്മാർ, ഇവരൊക്കെ ആരാണ്? അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത് ഉയർന്ന് അത്യുന്നതമായ പദവികളിലേക്ക് എത്തുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അള്ളാഹു സെലക്ട് ചെയ്തുകൊണ്ട്, അള്ളാഹു അവരെ ഇസ്തിഫാ ചെയ്തുകൊണ്ട് അത്യുന്നതമായ പദവിയിലേക്ക് അള്ളാഹു അവരെ തെരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ഔലിയാക്കൾ, അവർ തന്നെ വിവിധ ഇനങ്ങളുണ്ട്. അവരെയൊക്കെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആദരവും ബഹുമാനവും ആ മഹത്തുക്കൾക്ക് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അത് നമ്മുടെ പൂർവികർ നമുക്ക് കൃത്യമായി കാണിച്ചു തന്നതും സഹീഹായ ആയത്തുകളിലൂടെയും സഹീഹായ ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ട കാര്യങ്ങളുമാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോവുകയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്കിന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ അടുത്തിടെ ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തെളിവുകളിലേക്ക് മടങ്ങി പരിശുദ്ധ ഇസ്ലാമിനെ മോഹനമാക്കാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അടിസ്ഥാനപരമായ നമ്മുടെ തെളിവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനായിരിക്കും, ഹദീസായിരിക്കും, അതുപോലെ പലതുമായിരിക്കും എന്ന് വിചാരിച്ചു. ഖുർആനും ഹദീസൊക്കെ നോക്കി ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായി ഗവേഷണം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിന്റെ നേതാവ് ആദ്യത്തെ ഗവേഷണം നടത്തിയത്, അതിന് തെളിവുദ്ധരിച്ചത് മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബാണ്. എന്നോട് ചോദിച്ചു ചില ആളുകൾ, ഇതേതപ്പി കിതാബ് എന്ന് ചോദിച്ചു. മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്നാണ് ആദ്യമായി അതിന്റെ ഗുരു തെളിവുദ്ധരിക്കുന്നത്. നിങ്ങൾക്കറിയോ ഏതാണ് ഈ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബ്? ആ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബിനെതിരിൽ ദുബൈയുടെ മിമ്പറിൽ വെച്ച് ഖുതുബ ഓതിയവനാണ് ഞാൻ. അത് ഖുതുബ ഞാൻ ഉണ്ടാക്കിയതല്ല, ദുബൈ ഔഖാഫ് ഉണ്ടാക്കിയതാണ്. പരസ്യമായി ആ സിനിമയെ, അതൊരു സിനിമയാണ്, ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് കാണരുതെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദുബൈ ഔഖാഫിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അവർ ഖുതുബ തയ്യാറാക്കി. വെള്ളിയാഴ്ച ഖുതുബയിൽ, രണ്ടാമത്തെ ഖുതുബയിൽ അതിനെ തൊട്ടുള്ള തഹ്ദീറായിരുന്നു, ഇത് വലിയ അപകടകാരിയാണ്, ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് 2012 ജുമഅയിൽ ദുബൈയിൽ ജുമഅയിൽ എല്ലാ പള്ളികളിലും ഖുതുബ നിർവഹിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ഹറമിൽ, സൗദി അറേബ്യയിലെ ഹറമിൽ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ആലു ഷെയ്ഖ് എന്ന് പറയുന്ന അയാൾ വഹാബി പണ്ഡിതനാണ്, സൗദിയിലെ മുഫ്തിയാണ്. അയാൾ ഹറമിൽ ഖുതുബ നടത്തി. ഈ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബ് പോലെയുള്ള മുസൽസലുകൾ പരിശുദ്ധ ഈമാനിനെ നശിപ്പിക്കുകയും ചില ആളുകൾ ഈ പരിശുദ്ധ റമളാനിന്റെ ഖുദ്സിയത്ത്, അതിന്റെ മഹത്വത്തെ നശിപ്പിക്കാനുള്ള അവരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും അത് ആ മഹാന്മാരായ സഹാബത്തിനോടും മഹത്തുക്കളായ മഹദികളായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹത്തുക്കളായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, സഹാബത്തിന്റെ ഭാര്യമാര്, ഈ സഹാബിയാത്ത് ഇവരോടൊക്കെ കാണിക്കുന്ന സൂഅദബാണെന്നും ഒരു തെറ്റായ ധാരണ, ഒരുപാട് തെറ്റായ ആശയങ്ങളെ സമൂഹത്തിലേക്ക് അറിയാതെ കയറ്റിവിടാനുള്ള
ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഖുതുബ നടത്തിയത് അന്ന് ഈ വഹാബികളുടെ, അവർക്കൊന്നും സഹാബത്തിനെയും നമ്മുടെ അഹ്ലു ബൈത്തിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പോലത്തെ ഒരു ബഹുമാനമൊന്നും ഇല്ല. എന്നിട്ട് പോലും അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുള്ള ആലു ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഹറമിൽ ഖുതുബ നടത്തിയ ഒരു വിഷയം, ഒരു സംഗതിയാണ് ആദ്യമായി ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയത്. നോക്കൂ, നമ്മൾ സമസ്തക്കാരായതിന്റെ ഒരു അഭിമാനം, കൂടുതൽ അഭിമാനബോധമുണ്ടായ രംഗങ്ങളാണത്. അപ്പൊ തന്നെ ഞാനത് മനസ്സിലാക്കി. ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ പണ്ഡിതൻ, 4 മദ്ഹബിലും ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദുബൈ ഔഖാഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് കബീറുൽ മുഫ്തീനായിരുന്നു. അദ്ദേഹം അൽ ഇമാറാത്തുൽ യൗം എന്ന അറബി പത്രത്തിലും അൽ യൗമുസ് സാബിയിലും അൽ ബയാൻ എന്ന് പറയുന്ന അറബി പത്രത്തിലും ലേഖനമെഴുതി ഈ മുസൽസലിനെതിരിൽ, ഈ പുതിയ ദീനിനെ മനോഹരമാക്കാൻ അടിസ്ഥാനപരമായ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങി, സോഴ്സുകളിലേക്ക് മടങ്ങി ഇസ്ലാമിനെ മനോഹരമാക്കാൻ ഇറങ്ങിയ ആളുകൾ, അവരുടെ ഗുരു ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കി ഖുർആൻ നോക്കിയിട്ടാ ഗവേഷണം എന്ന് നോക്കുമ്പോ ഇതായിരുന്നു. ഈ മുസൽസലിനെ സംബന്ധിച്ച് അദ്ദേഹം അൽ ബയാനിൽ എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. അഹ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ദുബൈ ഔഖാഫിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതൻ, സമസ്തക്കാര് മാത്രം പറഞ്ഞതല്ല, അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. കബീറുൽ മുഫ്തീൻ, മുദീറു ഇദാറത്തുൽ ഇഫ്താ, അൽ ജുംഹൂർ ഇലാ ബിമുശാഹദത്തിൽ മുസൽസൽ അത്താരീഖി ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ആ ചരിത്ര സിനിമയെ നിങ്ങളാരും കാണരുത്, അതിനെ ബഹിഷ്കരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. യതനാവലു ഹയാത വ ശഖ്സിയത സാനിൽ ഖുലഫാഇർ റാഷിദീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുവല്ലിഹൻ അന്നഹു ലാ യജൂസു അൻ തുമثل അദ്വാർ الصحابة الكرام ولا سيما العشرة المبشرون بالجنة والخلفاء الأربعة من قبل أحد من الممثلين എന്നിങ്ങനെ തുടങ്ങി ഇതിന്റെ അപകടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി, വളരെ സുദീർഘമായ ഒരു ലേഖനം. അതിൽ പ്രധാനമായി പറയുന്നത്, ഒന്ന്, ഈ മഹാന്മാരായ സഹാബത്തിനെ ഈ സിനിമ അഭിനയിക്കാൻ, ഇപ്പൊ നമ്മളിവിടെ അത് അഭിനയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അഭിനയിക്കണമല്ലോ. നമ്മൾ ആരെ കൊണ്ടുവരിക? ഒന്ന് മോഹൻലാല്, ഉമർ ഖത്താബിനെ ആരായിരിക്കും അഭിനയിക്കുക? ഒന്ന് സിദ്ദീഖായിരിക്കും, മറ്റൊന്ന് പിന്നെ മമ്മൂട്ടിയായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മഹാന്മാരായ ആളുകളെ രൂപപ്പെടുത്തുന്നത് തന്നെ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടമാണെന്ന് ബഹുമാനപ്പെട്ട ദക്തൂർ അഹ്മദ് അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ് മാത്രമല്ല, അസ്ഹറിന്റെ ഫത്വ, ഇഖ്വാനിയിൽ നിന്ന് തന്നെ ഇഖ്വാനുകാരായ മതരാഷ്ട്രവാദത്തിന്റെ ആളുകളായ ഇഖ്വാനുകളിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സഊദി പണ്ഡിതന്മാരും സുന്നികളും അസുന്നികളുമായ ബഹുഭൂരിപക്ഷം അറബി പണ്ഡിതന്മാർ ഇതിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇത് കാണരുത് എന്നും ഇതിനെ ബഹിഷ്കരിക്കണമെന്നും സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട 2 ആളുകൾ, ഏതാനും അറിയപ്പെടാത്ത വേറെയും ചിലരുണ്ട്, അറിയപ്പെട്ട 2 ആളുകളാണ് ഈ മുസൽസൽ കാണാൻ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചത്. അതൊന്നും ആരാണെന്നറിയോ? ഈ ഗുരുവിന്റെ ആശയ ഗുരുവായ സാക്ഷാൽ യൂസുഫുൽ ഖറളാവിയാണ് ഇതിന് ഫത്വ കൊടുത്ത ആള്. ഇത് ഞാൻ നോക്കി പരിശോധിച്ചതാണെന്ന് പറഞ്ഞ ആള്. രണ്ടാമത്തെ ആളാരാണെന്നറിയോ? സൽമാനുൽ ഔദ എന്ന് പറയുന്ന സഊദി പണ്ഡിതൻ. അയാള് പലവട്ടം ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അയാൾ ശരിയായ വഹാബിയാണ്. പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് ഒരുപാട് കിതാബ് എഴുതിയ ആളാ. പക്ഷേ നിലവിലുള്ള സംവിധാനത്തെ എതിർക്കുക എന്ന സ്വഭാവം, ഇവരുടെ ഒക്കെ ഈ സ്വഭാവം, അങ്ങനെ സഊദി ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി 1-ലധികം പ്രാവശ്യം ജയിലിൽ കിടക്കുകയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിലായിരിക്കെ മരിക്കുകയും ചെയ്ത ആളാണ് സൽമാനുൽ ഔദ. ഇങ്ങനെയുള്ള ഏതാനും
ആളുകളല്ലാതെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇത് അപകടകരമായൊരു നീക്കമാണെന്നും ഇനി ഇങ്ങനെ ഈ പോക്ക് പോയാൽ മഹാന്മാരായ സ്വഹാബത്തിനെ ഇപ്പോൾ നിങ്ങൾ അവർ ജീവനോടെ അവരെ മറ്റു ആളുകളിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നു, അവരുടെ റോള് മറ്റുള്ളവർ അവതരിപ്പിക്കുന്നു. ഇതിങ്ങനെ പോയാൽ നാളെ നിങ്ങൾ റസൂലുള്ളാഹിനെ അവതരിപ്പിക്കും, അങ്ങോട്ട് ഈ സമുദായത്തിന്റെ മനസ്സ് എത്തും, അത് വലിയ അപകടത്തിലേക്ക് നീങ്ങും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ദുബൈ ഔഖാഫും അതിന്റെ കബീറുൽ മുഫ്തീനും ബഹുമാനപ്പെട്ട ഈജിപ്തിലെ അസ്ഹറിനെ കണ്ടുപഠിക്കണമെന്ന് പ്രസംഗിക്കുന്നവരാണല്ലോ ഇവർ. അസ്ഹറും ഫത്വ ഇറക്കി. അങ്ങനെ ലോകത്തെ പ്രഗത്ഭ പണ്ഡിതന്മാരൊക്കെ ഇவ்விധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തു. എന്നിട്ട് ഇത് ഇറങ്ങിയതിന് ശേഷം ഈ മുസൽസല്, ഈ ഡ്രാമ, ഈ സിനിമ രംഗത്ത് വന്നതിന് ശേഷം, അത് കണ്ടതിന് ശേഷം, അതിൻ്റെ 3 എപ്പിസോഡ് കണ്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് വിശദമായ വിശകലനം നടത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും എഴുതി, നമ്മൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ എന്താണോ ഭയപ്പെട്ടത്, ഇത്തരം ഫിലിമിലൂടെ എന്താണോ ഭയപ്പെട്ടത്, അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പേജുകൾ അടങ്ങിയ ഒരുപാട് വിശകലനങ്ങൾ വന്നു. അതിൽ ചിലതാണ് എൻ്റെ കൈവശമുള്ളത്. ഇങ്ങനെ എത്ര വേണം? എല്ലാവരും പറഞ്ഞു വിശ്വാസപരമായി വളരെ അപകടം ചെയ്യുന്ന മുസൽസലാണത്. ചില്ലറ ചില ഗുണങ്ങളുണ്ട്. കാരണം ഒന്നും വായിക്കാത്ത ആളുകൾ ഇതിങ്ങനെ കണ്ടിരുന്നോളും, ഖുർആൻ ഓതാത്ത ആളുകൾ ഇത് കണ്ടിരുന്നോളൂ. അതിലും മോശപ്പെട്ട സിനിമ കാണുന്നതിനേക്കാളും നല്ലതല്ലേ? ശരിയാണ്, അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട 3 പറയുന്നത് നിങ്ങൾ കേൾക്കുക. അമ്മൽ ആഥാറുസ് സൽബിയ ലിഹാദൽ മുസൽസലി ഫകസീറത്തുൻ ജിദ്ദാ. ഇത്തരത്തിലുള്ള ഫിലിമുകൾക്കുള്ള അപകടകരമായ അതിന്റെ നതീജകൾ, അതിന്റെ ഫലങ്ങൾ, ദുരന്ത ഫലങ്ങൾ ഫകസീറത്തുൻ ജിദ്ദാ, ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ് അദ്ദേഹം പറയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തികളിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബിനെ, ഈ തരത്തിലുള്ള ഈ സിനിമാ നടന്മാരിലൂടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങൾ, അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിൽ ഒരു വലിയ ബഹുമാനമുണ്ട്, വലിയൊരു ആദരവുണ്ട്, വലിയൊരു ഖദാസത്ത്, ഒരു അളമത്ത് നമ്മൾ അവർക്ക് നൽകാറുണ്ട്. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഖദ്ദസല്ലാഹു സിർറഹുൽ അളീം, അസീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇത് സഹായിച്ചു എന്ന് കൃത്യമായി തെളിവ് സഹിതം അദ്ദേഹം നിരത്തുകയാണ്. എന്നിട്ട് ട്വിറ്ററിൽ വന്ന ഒരു സ്ത്രീ എഴുതിയ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരു സ്ത്രീ ഇത് കണ്ടതിന് ശേഷം, ഇത് മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഇയാൾ ഇത് വിശകലനം ചെയ്യുന്നത്. പക്ഷെ ആ സ്ത്രീ പറയുന്നു, അഅ്തരിഫു ബിഅന്നി ബഅദ മുശാഹദത്തി 3 ഹലഖാത്ത്, ഈ മുസൽസലിൽ നിന്ന് 3 എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ, മിൻ മുസൽസലി ഉമർ ഹസിൻതു അശദ്ദൽ ഹസൻ, ഞാൻ വല്ലാതെ ദുഃഖിച്ചുപോയി. അലാ ദിയാഇസ് സൂറത്തിൽ ഇംലാഖ ലിൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബഹുമാനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങാൻ ഇത് കാരണമായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുകയും, എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ലൈതഹും ലം യുജസ്സിദൂഹു, അദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനൊരു വ്യക്തിയിലൂടെ അവർ പ്രദർശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചുപോയി എന്നല്ല അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായ തെളിവ് സഹിതമാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അദ്ദേഹം പറയാണ്, ഇതിന് ഈ മോഡേണിസ്റ്റുകളായ, ഈ ലിബറൽ ചിന്താഗതിക്കാരായ ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഈജിപ്തിലുള്ള ഒരു വലിയ സിനിമാ സംവിധാനത്തിന്റെ നേതാവായ കൈറോവിൽ അൽ മഹദുൽ ആനി ലിസിനിമ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഹെഡായിട്ടുള്ള ഒരു സ്ത്രീ, സനാ ഹാഷിം എന്ന് പറയുന്ന സ്ത്രീ പറയാൻ, ഇന്ന ഇൽഹാറ ഹാദിഹി ശഖ്സിയാതി ഫിൽ മുസൽസലാതി മിൻ ശഅനിഹി നസ്ഉൽ ഖദാസത്തി അൻഹാ.
നോക്കൂ, അവരുടെ ലക്ഷ്യം അവർ കൃത്യമായി തുറന്നു പറയുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെ നമ്മൾ ഇത്തരം ആളുകളുടെ പ്രദർശിപ്പിക്കൽ കൊണ്ട് നമ്മളൊക്കെ കുറെ പഠിച്ചവർക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് പോയില്ലായിരിക്കാം. അറിയാത്ത സാധുക്കളായ ജനങ്ങളിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇമ്പാക്ട്, അതിൻ്റെ തഅ്സീറാണ് ഈ പറയുന്നത്. അവർ പറയുകയാണ്, അവരത് ലക്ഷ്യം വെക്കുന്നു. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ബഹുമാനം ഇല്ലായ്മ ചെയ്യൽ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നവർ വളരെ കൃത്യമായി പറയുന്നു. ഇന്ന ഇൽഹാറ ഹാദിഹി ശഖ്സിയാത്തി, ഇത്തരത്തിലുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഇത്തരത്തിലുള്ള മുസൽസലുകളിൽ, ഇത്തരത്തിലുള്ള ഫിലിമുകളിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടുള്ള കാര്യം എന്താണെന്നറിയോ? മിൻ ശഅനിഹി, അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിൽപ്പെട്ടതാണ് നസ്ഉൽ ഖദാസത്തി അൻഹാ, ആ വ്യക്തിത്വങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, അത് ഇല്ലായ്മ ചെയ്യൽ. നോക്ക്, അത് ഇല്ലായ്മ ചെയ്യൽ. അവര് തന്നെ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ എന്ന് പറയും പോലെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ശരിവെക്കുന്നു, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്, ദീൻ പൊളിക്കലാണ് ഇതിന്റെ ലക്ഷ്യമെന്ന്. ഇതൊക്കെ സമൂഹത്തിലേക്ക്, കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നമുക്കറിയാലോ. സുന്നികളിലേക്കും കൂടി എല്ലാവരിലേക്കും അതിനെ ദീനിന്റെ ഒരു മർജിആയി അവതരിപ്പിക്കുന്ന ആളുകൾ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ വേദനയോടുകൂടെ പറയാണ്, ബഹുമാനപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണ്. വളരെ വേദനയോടുകൂടെ പറയാണ്, ഇത്തരത്തിൽ ആ കൃത്യമായ ദുഷ്ടലാക്കോടുകൂടെ തയ്യാർ ചെയ്തിട്ടുള്ള മുസൽസലുകളെ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതിന്റെ സ്ഥാനത്ത് ഉദ്ധരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. അള്ളാന്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. വളരെ വേദനയോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചെറിയ സംഗതിയല്ല ഇത്, ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. എന്നിട്ട് പറയാണ്, ലാ ഖുദ്സിയ്യത ലിൽ ബശരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അങ്ങനെ വ്യക്തികൾക്ക് ഒരു ബഹുമാനമില്ല. ഇതൊക്കെ വെറുതെ ഈ പണ്ഡിതന്മാർ, ഈ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ ശഖ്സിയാത്തുകളെ, ഈ വ്യക്തികളെ സംബന്ധിച്ച് സമൂഹം നിരൂപിക്കുന്ന അവസ്ഥ വരും. ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലൂടെ പിന്നീട് ഈ സിനിമ കണ്ട ആളുകൾ സാധാരണക്കാരിരുന്നിട്ട് ചർച്ച ചെയ്യാൻ. എന്താ ചർച്ച ചെയ്യുന്നത്? ഉമറുൽ ഖത്താബ് ആ ചെയ്തത് ശരിയായോ? സിദ്ദീഖുൽ അക്ബർ ആ ചെയ്തത് ശരിയായോ? അതിന്റെ സാധുതയെ സംബന്ധിച്ച്, അതിന്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാര് ചർച്ച ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുകയല്ലേ ഇതുകൊണ്ട് ഉദ്ദേശം? അത് അവർ കൃത്യമായി പറയുകയല്ലേ, വളരെ കൃത്യമായി പറയുകയല്ലേ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറാമത്ത് അല്ലാതെ അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയൊരു അപകടം എന്തിന് ചെയ്തു ഞാൻ ആലോചിക്കുകയാണ്. സമൂഹത്തിന് ഈ ഖൗമിനെ മനസ്സിലാക്കണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് അപകടങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഉദാഹരണമായിട്ട് ആ പറഞ്ഞ ഞാൻ കേട്ട ഭാഗത്ത് അതിൽ ഒരു സംഭവമാണ് വിവരിക്കുന്നത്. ഉമറുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അമുസ്ലിങ്ങളായ ആളുകൾ വന്നിട്ട് സക്കാത്ത് ചോദിക്കുന്ന സംഭവമാണ് പറയുന്നത്. ആ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് അതിൽ ഒപ്പിട്ട് കൊടുത്തു, ഭരണാധികാരി എന്നുള്ള നിലക്ക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പിച്ചി ചീന്തി എന്ന്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? ഒന്നാമത്തത്, ഒരൊറ്റ ഗ്രന്ഥത്തിലും പിച്ചി ചീന്തി എന്നില്ല തന്നെ. മഹ എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, മായ്ച്ചു കളഞ്ഞു എന്ന്. പിച്ചി ചീന്തി എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഇടത്തൊന്നുമില്ല. അത് പിന്നെ ഈ സിനിമക്കാര് അതിനനുസരിച്ചൊക്കെ അങ്ങനെയാണല്ലോ, അപ്പോഴല്ലേ അതിന്റെ ഒരു രസം. ഇത് കാണുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇത് കണ്ടൊരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഇത് കൈയുണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്നാൽ ആ സംഭവത്തിന്റെ എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു ചെന്നു ഇവര്. ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന പുതു മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് നിൽക്കുന്നവർ, അവർക്ക് സക്കാത്തിന്റെ വിഹിതമുണ്ടോ ഇല്ലയോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്.
ഇജ്തിഹാദ് മുജ്തഹിദീങ്ങളുടെ ഇടയിൽ സ്വഹാബത്തിന്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഖുർആനിനെതിരല്ല. ഈ സംഭവത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എടുത്തുദ്ധരിക്കാറുണ്ട്. എന്തിനെന്നറിയോ നിങ്ങൾക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് ഖുർആനിനെ അംഗീകരിച്ചിരുന്നില്ല എന്ന് സമർത്ഥിക്കാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓറിയന്റലിസ്റ്റുകളും മറ്റും ഉദ്ധരിച്ച ചരിത്രമാണിത്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് ഖുർആൻ നസ്സായി പറഞ്ഞിട്ടും ഉമർ അത് അംഗീകരിച്ചില്ല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചരിത്രമാണിത്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഖുർആനിനെ തള്ളിയതല്ല, മുഅല്ലഫത്ത് എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കിയതാ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മുഅല്ലഫത്ത് മജ്ഹൂലായിട്ടാ പറഞ്ഞത്. തഅലീഫ് ചെയ്യപ്പെട്ടവർ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അപ്പൊ തഅലീഫ് ഒരു ആവശ്യമാവുന്നിടത്തെ അത് ഉണ്ടാകൂ, അതില്ലാത്തിടത്തേക്ക് അത് ബാധകമല്ല എന്ന ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് അവർ. അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് തിരിച്ചു ചെന്നു. നിങ്ങളവിടുത്തെ ഭരണാധികാരി അല്ല ഉമറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാ, പിന്നെ വളരെ നിസ്സഹായനായിട്ട്, നിങ്ങൾ എന്നെ ദണ്ഡ് ഏറ്റെടുത്താൽ മതിയായിരുന്നില്ല, എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരിയുടെ ശൈഖാണ്, മശായിഖന്മാരിൽപ്പെട്ട ആളാണ്. എന്ന് മാത്രല്ല, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ട്, മസ്തസ്ഗർതു നഫ്സി ഇൻദ അഹദിൻ മിനൽ മശായിഖി ഇല്ലാ ഇൻദ അലി ഇബ്നുൽ മദീനി എന്ന്. ഞാൻ എൻ്റെ മശായിഖന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എവിടെയും ഞാൻ ചെറുതാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഒക്കെ അവരടുത്തുള്ളൊക്കെ ഒരുവിധം എൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ ഇല്ല എൻ്റെ അലി ഇബ്നുൽ മദീനി, അലി ഇബ്നുൽ മദീനിന്റെ അരികിലൊഴികെ മൂപ്പര് വലിയ മഹാനാണ് എന്ന് പറഞ്ഞു. മൂപ്പര് വലിയൊരു സംഭവമാണ്. അവസാന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നുൽ മദീനി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പേരിട്ട് പോയിട്ട് ഹദീസ് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത്ര വലിയ മഹാനാണ് അലി ഇബ്നുൽ മദീനി. അലി ഇബ്നുൽ മദീനി ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഈ സംഭവം ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരസ്യമായി വിമർശിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഉദ്ധരിക്കാൻ മാത്രം ശക്തിയുള്ള സിഹത്തുള്ള ഒരു സംഭവമാണോ എന്ന് ലളിതമായി ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. അത് മുസൽസലിൽ കാണില്ല, അതിന് കിതാബ് പരിശോധിക്കണം. മഹാനായ അലി ഇബ്നുൽ മദീനി തങ്ങൾ പറഞ്ഞു, റവാഹു അൻ യഹ്യ ഇബ്നു ആദം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹദ്ദസന അബ്ദുറഹ്മാൻ അൽ മുഹാരിബി അനിൽ ഹജ്ജാജ് ഇബ്നു ദീനാർ അൻ മുഹമ്മദ് ഇബ്നു സീരിൻ അൻ ഉബൈദത്ത എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ പറയാണ്, ഹാദാ ഹദീസുൻ മുൻഖത്തിഉൻ, ഇതിന്റെ ഇസ്നാദ് ശരിയല്ല. ഇസ്നാദിൽ റാവി പോയിട്ടുണ്ട്, ഒന്നിലധികം സ്ഥലത്ത് പോയിട്ടുണ്ട്. കാരണം ഉബൈദത്ത് എന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉബൈദത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല, അവരുടെ ഇടയിൽ ഒരാൾ പോയിട്ടുണ്ട്. لأن عبيدة لم يدرك ولم يرد عنه أنه سمع عمر. ഇവരും ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്ന്. ഇതുപോലെ പലതും ഇതിലെ ഒരു പല സനദുകളിലൂടെ വന്നതിൽ ഏറ്റവും നല്ല സനദാണിത്. ആ സനദിന്റെ തന്നെ അവസ്ഥ ഇതാണ്. ഇത്തരത്തിലുള്ള സനദുകൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ വിശകലനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ നിലവിലെ വ്യവസ്ഥിതിയോട് അതിനോട് മത്സരിക്കണം, അതിനെ എതിർക്കണം എന്ന് പറയുന്ന ഒരാശയത്തെയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്, ഈ സിനിമയിലൂടെ പ്രത്യേകിച്ചും മുന്നോട്ട് വെക്കുന്നത്. അതിന് ഉപോത്ബലകമായ സംഭവങ്ങൾ അതിന്റെ സനദ് ലഈഫാണെങ്കിൽ പോലും എടുത്തുദ്ധരിച്ച ഒരു മുസൽസലിന്റെ പേരാണ് മുസൽസൽ ഉമറുൽ ഖത്താബ്. എന്നാൽ അല്ലാത്ത സഹീഹായ എത്രയോ സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ വക പറഞ്ഞതല്ല, അറേബ്യൻ പണ്ഡിതന്മാര് വിശകലനം ചെയ്ത് പറഞ്ഞതാണ്. മനസ്സിലാക്കണം ഇത്. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, എന്റെ പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, ഈ സമുദായത്തിന്റെ നേതാക്കളെ, ഇതിന്റെ അപകടം, ഇതിൽ പതിയിരിക്കുന്ന അപകടം വേദനയോടുകൂടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത് എത്ര വേദനാജനകമാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇനി ഇത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി വളരെ വിശദമായി ഏകദേശം പഠനം പൂർത്തിയായിട്ടുണ്ട്.
ഇനി ആവശ്യമാവുന്നിടത്ത് കൂടുതൽ തുറന്നു കാണിക്കാം. അതിനൊന്നും ആവശ്യം വരാതിരിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. ഈ ദീനിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. നിന്റെ ദീനിനെ ഈ സുഫഹാക്കളിൽ നിന്ന് നീ രക്ഷിക്കണേ റബ്ബേ. നമുക്കൊക്കെ ദുആ ചെയ്യാം, കഴിയുന്ന പോലെ പ്രവർത്തിക്കാം. ഇത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഇതിലൂടെയുള്ള മറ്റൊരു ലക്ഷ്യം എന്താണത്? യുകർരിസുൽ മുസൽസലു മഫാഹിമ തഹറുരിയ വയുദ്ഹിറു മുജ്തമഅ അസ്സഹാബ. ആധുനിക ലിബറൽ മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ, ഇത് ഇവിടുത്തതല്ല പറയുന്നത്. ഇങ്ങനൊരു സമൂഹം ഈജിപ്തിലുണ്ട്, ഇങ്ങനൊരു സമൂഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അവരെപ്പോഴും മുസ്ലിമീങ്ങൾ ഇങ്ങനെ അടഞ്ഞിരിക്കേണ്ടവരല്ല, സ്ത്രീകൾ ഇങ്ങനെ മറച്ചു പോകേണ്ടവരല്ല. അവർ തുറന്ന് കണ്ടിട്ടില്ലേ, മിനിസ്കർട്ടൊക്കെ ധരിച്ചിട്ടായിരിക്കും ഈജിപ്തിലൊക്കെ വലിയ വലിയ പണ്ഡിതാത്തുകളൊക്കെ നടക്കുന്നത്. അങ്ങനെയൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നല്ല വേരോട്ടമുണ്ട് അവിടെയൊക്കെ. അത്തരത്തിലുള്ള മുസ്ലിം ലിബറലുകൾ എന്തിലേക്കൊക്കെ ക്ഷണിക്കുന്നുവോ ആ ആശയത്തെ കൃത്യമായി സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ മുസൽസൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, ഫന്നിസാ, ഈ മുസൽസലിൽ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ ആരുടെ റോളാണ് അവർ അഭിനയിക്കുന്നത്? സഹാബിയാത്തിന്റെ റോളാണ്. മഹാന്മാരായ മഹത്തുക്കളായ സഹാബത്തിന്റെ ഭാര്യമാരുടെ റോളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ റോളാണ്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൽ വെളിവാകുന്നത്? മുഖ്തലിതാതും ബിർരിജാൽ, സ്ത്രീ പുരുഷന്മാരുടെ കലർന്നുകൊണ്ട് യാതൊരു മറയുമില്ലാതെ, വാഹിയാനൻ ജംബൻ ഇലാ ജംബ്, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മഹദികളായ സഹാബിയാത്തിനെ ആ മുസൽസലിൽ പ്രദർശിപ്പിക്കുന്നു. സഹാബിയാത്തിന്റെ റോളിനെ പ്രദർശിപ്പിക്കുന്നു. ഫീ കുല്ലി മകാനിൻ വ മഹ്ഫൽ, എല്ലായിടത്തും. ഫിൽ അസ്വാഖി വത്തുറുഖാത്ത്, അങ്ങാടികളിലും വഴികളിലുമൊക്കെ, വൽ മസാജിദി, പള്ളികളിലും, വഗൈരിഹാ, അല്ലാത്തിടത്തും, വഹുന്ന സാഫിറാത്തുൽ വജ്ഹ്, അവരൊക്കെ പൂർണ്ണമായി മുഖം തുറന്നിട്ട്, മുഖം മറക്കുന്ന ഒരു പരിപാടിയാന്നില്ലാത്തതുപോലെ, മുഖം മറക്കുന്ന ഒരു വസ്ത്രത്തെ സംബന്ധിച്ച് അവർക്ക് അറിയാത്തതുപോലെ, ലാ ഖിമാറ വലാ ജിൽബാബ കഅന്ന ഹാദിഹിൽ മൽബൂസാതി ലം തകുൻ മഅറൂഫതൻ ലദൈഹിം. ജിൽബാബില്ല, പർദ്ദയില്ല, മുഖമൂടിയില്ല, ഒന്നുമില്ല എന്നല്ല, ഇത്തരത്തിലുള്ള വസ്ത്രം അവർക്ക് അറിയുകയേ ചെയ്യില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് മഹാന്മാരായ സഹാബത്തിനെയും സഹാബിയാത്തിന്റെയും ആ കാലഘട്ടത്തെ ഈ മുസൽസൽ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ആരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ? സ്വന്തം ഭർത്താവായ റസൂലുള്ളാഹി വഫാത്തായപ്പോൾ സ്വന്തം വീട്ടിലാണ് വെട്ടത്, അവിടെയാണ് ഖബറടക്കിയത്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. ഞാൻ എന്റെ വസ്ത്രത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല, കാരണം എന്റെ ഭർത്താവല്ലേ. പിന്നെ എന്റെ ഉപ്പയെ അവിടെ ഖബറടക്കി, അപ്പോഴും ഞാൻ പോവാറുണ്ട്. അതിനുശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഖബറടക്കി. അതിനുശേഷം എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഞാൻ പൂർണ്ണമായി വസ്ത്രം ധരിച്ച് ഔറത്ത് മറച്ചിട്ടല്ലാതെ അങ്ങോട്ട് കടന്നിട്ടില്ല എന്നാണ് ആയിഷ ബീവി പറയുന്നത്. വഫാത്തായി കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ തൊട്ട് പോലും ലജ്ജിക്കുന്ന സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതാണ് ആയിഷ ബീവിയുടെ സംസ്കാരം. യൂറോപ്യരുടെ സംസ്കാരം മറ്റൊന്നാണ്. യൂറോപ്യരുടെ സംസ്കാരത്തെ വാഴ്ത്തിപ്പറയുന്നവർ, അവരിൽ നിന്ന് ഇതിലപ്പുറം മറ്റൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. യൂറോപ്യന്മാരുടെ സംസ്കാരം കണ്ടുപഠിക്കണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവർ ഇതല്ലാതെ മറ്റെന്താ പറയുക? നിങ്ങൾ ആലോചിച്ചു നോക്ക്. വളരെ കൃത്യമായി പറയുകയാണ്. ആയിഷ ബീവിന്റെ അവസ്ഥ അതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുമ്പോൾ മരിക്കുന്ന അന്ന് പറയാണ്, വല്ലാത്ത ദുഃഖം. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആണുങ്ങൾ കാണൂലേ എന്ന്. അതായിരുന്നു വിഷമം. ചരിത്രം പരിശോധിച്ചു നോക്ക്. മരിക്കുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുക തുറന്നിട്ടല്ലല്ലോ, കഫനൊക്കെ ചെയ്ത് കെട്ടിയിട്ടല്ലേ. പക്ഷെ ഇന്നത്തെ പോലത്തെ മയ്യത്ത് കെട്ടലല്ല, ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വിരിയിട്ടാലും ശരീരത്തിന്റെ ആ ഒരു അളവൊക്കെ ഇങ്ങനെ കാണുമല്ലോ, അതിനെ തൊട്ടുപോലും ലജ്ജിച്ചു. അപ്പോഴാണ് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതിന് നമുക്കൊരു പണിയുണ്ട്. ആ മയ്യത്ത് കെട്ടൽ ഇങ്ങനെ കുളത്ത് വെച്ചിട്ട് കാല് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. ഇങ്ങനെ ഞാൻ ഹബിഷ്യയിൽ കണ്ടിട്ടുണ്ട്. ഹബിഷ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആദ്യമായി അത്തരത്തിലുള്ള മയ്യത്ത് കെട്ടൽ ഉണ്ടാക്കിയത് ഫാത്തിമ ബീവിക്കാണ്. എന്നിട്ടും പറഞ്ഞു, എന്നാലും പകലിന്റെ മയ്യത്ത് കൊണ്ടുപോകരുത് കേട്ടോ, രാത്രി കൊണ്ടുപോയാൽ മതി.
അങ്ങനെ ജീവിച്ചവരാണ് സഹാബിയാത്തും അഹ്ലു ബൈത്തും. അങ്ങനെ ജീവിച്ചവരാണ്. എന്നിട്ട് അവരുടെ ചരിത്രം സിനിമയിൽ അഭിനയിക്കുന്നത് സാഫിറാത്തിൽ വജ് എന്നല്ല അയാൾ പറയുന്നുണ്ട് എന്ന് പറയാൻ ഞാനിത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അയാൾ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ ചില സ്ഥലങ്ങളിൽ കൈ പോലും വെളിവായിട്ട് ചില സ്ത്രീകൾ വരുന്നുണ്ട്. ഇങ്ങനെ സായിദ് മുട്ടും കൈ വരെ വെളിവായിട്ട് പോലും വരുന്നുണ്ട്. ഇത് ഏത് സംസ്കാരാണോ? ഇതിനെയൊക്കെ ദീനിന്റെ തെളിവാക്കുന്നവരെ വളരെ വേദനയോടെ ചോദിക്കട്ടെ, ഈ സംസ്കാരം ഏത് ദീനിന്റെ സംസ്കാരമാണ്? ഞാൻ ഒരു വെറുപ്പും ഉണ്ടായി പറയല്ല. എന്റെ മനസ്സ് നീറുകയാണ്, എന്റെ മനസ്സ് വേദനിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ സംസ്കാരം പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ഫാത്തിമ ബീവിയുടെ സംസ്കാരമാണോ? ആയിഷ ബീവിന്റെ സംസ്കാരമാണോ? അതുപോലെയുള്ള മഹത്തുക്കളുടെ സംസ്കാരമാണോ? ഈ സംസ്കാരത്തെ സമൂഹത്തിലേക്ക് പകർന്നു തരുന്ന ഒരു മുസൽസലിനെ, ഒരു ദീനിന്റെ തെളിവാക്കുന്ന ഈ സംസ്കാരം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കഴിഞ്ഞ മുഷാവറയല്ല, അതിന്റെ മുമ്പത്തെ മുഷാവറയിൽ അന്തിമമായി തീരുമാനമെടുത്തിരിക്കുന്നു. യാതൊരു സംശയാർക്കും വേണ്ട, അതുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന്. ഇനി ആരെങ്കിലും ചർച്ചയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് വേറെ പരിശോധിക്കാം. പക്ഷെ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയണം. ഇതിനൊന്നും സമസ്തക്ക് അല്ലാഹുവിനോട് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ തിരുത്തി വന്നാൽ ഇനി ആലോചിക്കുക എന്നല്ലാതെ ആരും തെറ്റിദ്ധരിക്കണ്ട. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇനി എന്താണ് കാത്തിരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം പറയാണ്. മൂന്നാമത്തത് അദ്ദേഹം പറയാം, വമിനൽ മഫാഹിമിൽ ലത്തി ഹരിസൽ ഖായിമൂന അലൽ മുസൽസൽ ഇബ്റാസുഹാ അലാഖത്തുൽ മുസ്ലിമീന ബിൻ നസാറ. ഈ മുസൽസൽ കൊണ്ട് ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ പാശ്ചാത്യവൽക്കരിക്കുന്നതിന്റെ, ഈ അമുസ്ലിങ്ങളുമായുള്ള ഒരു അതിരുവിട്ട ഒരു ബന്ധം ഉണ്ടാക്കുക. അതിന് ഈ സിനിമ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാണ്, അവരോട് നീതി പുലർത്തണം, അവർക്ക് നന്മ ചെയ്യണം, നീതി പുലർത്തണം. ഉമർ റളിയല്ലാഹു തആല അൻഹു അത് നിർവഹിച്ചു എന്നത് ശരിയാ. എന്നാൽ അവിടെ നിന്നും വിട്ട് പരിധി വിട്ടുകൊണ്ട് അവരെങ്ങട്ട് എന്താ ഞാൻ പറയുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പരമാവധി ഈ മുസൽസൽ ശ്രമിക്കുന്നുണ്ട്. അതിനാവശ്യമായതൊക്കെ ലഈഫാണെങ്കിൽ പോലും അവർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പല രംഗത്തും അവര് അഹ്ലു കിതാബാണെന്ന് പറഞ്ഞപ്പോൾ അകറ്റിയ പല രംഗങ്ങളുണ്ട്. അതൊക്കെ ബോധപൂർവം ഒഴിവാക്കിയിട്ടുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മുസൽസലിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ മോശമായ രൂപത്തിൽ പ്രതികരിച്ചു എന്ന് സമൂഹത്തിലേക്ക് സന്ദേശം നൽകുന്നതിലൂടെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു വലിയ ദക്തൂർ ഇവിടെ വന്നിരുന്നു. മുൻ പ്രസിഡന്റ് അദ്ദേഹം, മുൻ ചാൻസലർ അദ്ദേഹം വന്നു. അദ്ദേഹം നമ്മുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ആ ഉദാഹരണങ്ങളിൽ പറഞ്ഞ ഒന്നാണ്, ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാർ, ഖുനൂത്ത് ഓതുന്ന പണ്ഡിതന്മാർ ഖുനൂത്ത് ഓതാത്തവരുടെ മഹല്ലിലേക്ക് ചെന്നാൽ അവരും ഖുനൂത്ത് ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഷാഫിഈ പണ്ഡിതൻ, ഷാഫി ഇമാം തന്നെ ഹനഫി ഇമാമിന്റെ അടുത്ത് ചെന്നാൽ അവിടെ ഖുനൂത്ത് ഒഴിവാക്കാറുണ്ട്. അത് ഇജ്തിഹാദിലുള്ള വ്യത്യാസമാണ്. ഇതിലൂടെ ബഹുമാനപ്പെട്ട ദക്തൂർ ഹുദ്ഹുദ് നൽകിയ സന്ദേശം എന്താണ്? നിലവിൽ ഒരു നല്ല സംവിധാനമുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നത് പണ്ഡിതന്റെ സ്വഭാവമല്ല. ആ നാട്ടിൽ പോയിട്ട് ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. അതൊരു ശരിയായ സത്യസന്ധമായ നിലപാടിലൂടെ പോകുന്ന 4 മദ്ഹബ് ഹഖാൻ. അതാണ് അദ്ദേഹം നൽകിയത്. ഇത് ചിലർക്ക് മനസ്സിലായില്ല. അതാണ് വേണ്ടത്. വളരെ കൃത്യമായി അദ്ദേഹം നൽകിയ സന്ദേശം അതാണ്. അങ്ങനെയായിരുന്നു മുൻഗാമികളൊക്കെ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അവിടെ ഖുനൂത്തില്ലെങ്കിൽ ഇതെന്താ അവിടെ ഖുനൂത്തില്ലാത്തത് എന്ന് പറഞ്ഞ് വഹാബികൾ ചെയ്യുന്നതല്ല. കാരണം അവർക്ക് അതിന് അർഹതയില്ല, യോഗ്യതയില്ല. അതാണ് അവിടെയുള്ള പിശക്. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഇജ്തിഹാദിന് യോഗ്യതയുണ്ട്, ഷാഫി ഇമാമിന് യോഗ്യതയുണ്ട്, ലോകം അംഗീകരിച്ചതാ. അങ്ങനെ ഒരു മുജ്തഹിദ് ആ ഇജ്തിഹാദിനനുസരിച്ച് നടക്കുന്നിടത്ത് മറ്റൊരാളായിട്ട് നിങ്ങളെ ഇജ്തിഹാദ് അല്ല ശരി, എന്റെ ഇജ്തിഹാദ് എന്ന് പറയാൻ പറ്റില്ല.
ആ സംവിധാനവുമായി മുന്നോട്ട് പോകണം. അതിനോട് സമരസപ്പെട്ടുകൊണ്ട് യോജിച്ചുകൊണ്ട് പോകണം. അതാണ് പണ്ഡിത ധർമ്മം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ തുടങ്ങി വെച്ച മഹത്തായ ഒരു സംരംഭം, സംവിധാനം, മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായതൊക്കെ ഭംഗിയായി നിർവഹിച്ചു പോകുമ്പോൾ അതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഹ്യത എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ വേറെ കുറേ ഇതൊക്കെ തിരിയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. എൻ്റെ ഫിത്തന ഉണ്ടാക്കലല്ല ഈ സമൂഹത്തിൻ്റെ സ്വഭാവം, ഈ ഉമ്മത്തിൻ്റെ പൊതുവായ സ്വഭാവം. അപ്പോഴേ ഇവിടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവർക്കും മനുഷ്യന്മാരല്ലേ, വ്യക്തിപരമായി ആർക്കും തെറ്റുപറ്റാം. പക്ഷെ ആപേക്ഷികമായി കുറേ ആളുകൾ കൂടിയിരുന്ന് തീരുമാനിക്കുമ്പോഴാണ്. അപ്പം അതൊക്കെ അംഗീകരിച്ചിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന്. അത് ആ നിലക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞതിലൂടെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ അപ്പുറം മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. അതിനൊന്നും ആവശ്യം വരാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. അവിടെ സത്താർ സാഹിബൊക്കെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മൂപ്പര് പറഞ്ഞു ഉദ്ഘാടനം ചെയ്യാം, തന്നെയല്ലേ ഉദ്ഘാടനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പോവാറുണ്ട്. എങ്ങോട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ വിഷമം തോന്നുമ്പോൾ ഞാൻ ആർക്കെങ്കിലും കണ്ട് വിളിക്കുന്നിട്ട് കുറേ സംസാരിക്കും. ചിലപ്പോൾ ഇവർക്ക് വിളിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. കാര്യം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി ഈ സമസ്ത എന്നുള്ളതല്ല, ദീനിനെ തന്നെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം പെട്ടെന്ന് കൂപ്പുകുത്തുന്ന ഒരവസ്ഥ, അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത്. അതിൽ ചിലപ്പോൾ പലരും അതൊന്നും മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടേ, ഇതിൻ്റെ അപ്പുറം ചിന്തിക്കാതെ പലരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു നൽകുകയും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.